അൽഹാക്കുമുത്തക്കാസുർ ഓതിയാൽ എത്ര പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ്? എത്ര ആയത്തോതിയതിൻ്റെ പ്രതിഫലം? 1000 ആയത്തോതിയതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ച് നമ്മൾ വായിച്ചിരുന്നു. അല്ലാഹു തആല 1000 ആയത്ത് ഓതിയ ആളുകളുടെ കൂട്ടത്തിൽ, അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പ്രധാനമായും നമ്മൾ പറഞ്ഞു വെച്ചത്, മനുഷ്യൻ പരസ്പരം പൊങ്ങച്ചം നടിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്ന് അശ്രദ്ധമായി പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതെന്തിനാണോ, അവൻ്റെ ഉത്തരവാദിത്തം എന്താണോ, അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ദുനിയാവിൻ്റെ പെരുമ നടിച്ചുകൊണ്ട്, ഓരോ വിഷയത്തിലും പരസ്പരം മത്സരിച്ചുകൊണ്ട്, ദുനിയാവ് സമ്പാദിക്കുവാൻ, വാരിക്കൂട്ടുവാൻ, ഭൗതികമായ അനുഗ്രഹങ്ങളുടെ മേൽ പരസ്പരം മത്സരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ മനുഷ്യൻ മറന്നുപോവുകയും അതിൽ അശ്രദ്ധനാവുകയും ചെയ്യുന്നു. നാളെ ഒരു പരലോകം വരാനുണ്ടെന്ന്, അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്ന ഒരു ദിവസമുണ്ടെന്ന്, ജീവിതത്തിൻ്റെ ഈ സുഖങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകേണ്ടുന്ന ഒരു ദിവസവും അള്ളാഹു വിചാരണ ചെയ്യുന്ന ഒരു സമയവുമൊക്കെ ഉണ്ടെന്ന് മറന്നുകൊണ്ട് മനുഷ്യൻ പരസ്പരം മേനി നടിച്ചുകൊണ്ട്, അഹന്ത നടിച്ചുകൊണ്ട്, പൊങ്ങച്ചം നടിച്ചുകൊണ്ട് ദുനിയാവിൽ അശ്രദ്ധനായി ജീവിക്കുന്നു. പരസ്പരം പെരുമ നടിച്ചുകൊണ്ട് അതിൽ തന്നെ മുഴുകിയപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്നെല്ലാം അവൻ ഒളിച്ചോടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ തൊട്ടെല്ലാം അശ്രദ്ധനായിരിക്കുന്നു. എത്ര കാലമാണ് ഇതൊക്കെ ഉണ്ടാവുക? ഈ പരസ്പരമുള്ള മത്സരങ്ങളും മേനി നടിക്കലും വാരിക്കൂട്ടലും സമ്പാദിക്കലും എല്ലാം ഹത്താ സുർത്തുമുൽ മഖാബിർ, അവരവരുടെ ഖബറുകളെ കണ്ടുമുട്ടുന്നതുവരെ, അവന്റെ ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരെയാണ് ഇതെല്ലാം ഉള്ളത്. അതോടുകൂടി എല്ലാ പെരുമയും പേരും പ്രശസ്തിയും എല്ലാം അവസാനിക്കും. ഈ ഒരു വലിയ യാഥാർത്ഥ്യമാണ് അതിൻ്റെ ആദ്യത്തെ 2 വചനങ്ങളിലൂടെ അല്ലാഹു തആല പറഞ്ഞത്. വളരെ ചെറിയ 2 വചനങ്ങളിലൂടെ ആശയ ഗാംഭീര്യമുള്ള ഒരു വിഷയമാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇതെല്ലാം മരണത്തോടുകൂടി, അവൻ അവന്റെ ഖബറിലേക്ക് എത്തുന്നതോടുകൂടി, അവന്റെ ഖബറിനെ കണ്ടുമുട്ടുന്നതോടുകൂടി ഇതെല്ലാം അവസാനിക്കും. ഇതൊക്കെ വെറുതെ ആയിരുന്നുവെന്ന്, ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് മനുഷ്യൻ വിലപിക്കുന്ന ഒരു ദിവസം വരികയും ചെയ്യും. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം, നന്നായി മടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹത്താ സുർത്തുമുൽ മഖാബിർ, അവരവരുടെ ഖബർസ്ഥാനുകളെ സന്ദർശിക്കുന്നത് വരെ മാത്രമാണ് ഈ മേനി നടിക്കലുള്ളത്, ഈ പരസ്പരമുള്ള മത്സരങ്ങളുള്ളത്. അതുകൊണ്ട് വളരെ നിസ്സാരമായ ജീവിതമാണ് ദുനിയാവിലുള്ളത്. ആ ജീവിതം മനുഷ്യൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തും അവൻ ആവശ്യമുള്ളത് സമ്പാദിച്ചുമൊക്കെ ജീവിക്കാം. അതിനപ്പുറത്തേക്ക് ദുനിയാവ് മാത്രമായി പോകുന്നൊരവസ്ഥയിലേക്ക് പോകരുത്. പലരുടെയും ജീവിതം അങ്ങനെ ആയി പോകുന്നൊരു കാലമാണ്. ദുനിയാവ് മാത്രമായി ചുരുങ്ങിപ്പോകുന്നൊരു കാലം. ഇനി പുതിയതൊക്കെ സമ്പാദിക്കണം. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ഹദീസിലുള്ളത്. എന്റേതാണെന്ന് മനുഷ്യൻ പറയും, പക്ഷെ അവനൊന്നുമില്ല. എല്ലാം ഒരു കൂട്ടി വെക്കും, ഇതെനിക്ക് ഇനി വേണ്ടതാണ്. എന്നാൽ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ, ഒരു 10, 40, 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും പിന്നെ തെറ്റിൽ തന്നെ മുഴുകുന്ന ആളിൻ്റെ മുഖത്ത് തടവിക്കൊണ്ട് മലക്കുകൾ പറയുമെന്നാണ്, നീ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ, ഇബ്ലീസിന്റെ ആളായിട്ട് നടക്കുകയാണോ എന്ന്. ഒരു 10, 40 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പ്രായം പകുതിയായിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. എത്രയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70, 60നും 70നും ഇടയിലാണ് ശരാശരി ഉമ്മത്തിന്റെ പ്രായം എന്നുള്ളത്. അതിനു മേലെ അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് ചെയ്യുന്ന അവസരമാണ്, അനുഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് മടങ്ങേണ്ടുന്ന ഒരു സമയം നമ്മിലേക്ക് അടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക. ദുനിയാവിലെ ജീവിതം ഇങ്ങനെ ഒന്നിച്ചുകൂട്ടി വെക്കുന്നതിന് പകരം അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ഹദീസില്ലേ, അവൻ ഉടുത്തുകളഞ്ഞതും ഭക്ഷണം കഴിച്ചതും ദാനധർമ്മം കൊടുത്തതും ഒന്നുമല്ലാതെ എന്താണ് പിന്നെ അവനുള്ളത്? മണ്ണിലേക്ക് മടങ്ങുന്ന സമയത്ത് എന്താണ് പിന്നെ ഉള്ളത്? അതുകൊണ്ട് ചില ആളുകൾ കുറേ പ്രായമായാലും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? സമ്പാദിക്കും. അത് തെറ്റാണ് എന്നല്ല, മറിച്ച് ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം പോലും കഴിക്കാതെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന ആളുകളുണ്ട്. നല്ല ഭക്ഷണം പോലും വാങ്ങി കഴിക്കാതെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന ആളുകളുണ്ട്. അതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് ഖൈറായ നിലയിൽ ചിലവഴിക്കുക. ഞാൻ എനിക്ക് വേണ്ടി സദഖ കൊടുക്കുന്നത് പോലെ ആകില്ല,
വേറൊരാൾ എൻ്റെ മേൽ സദക്ക കൊടുക്കുക എന്നുള്ളത്. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ 10 രൂപ കൊടുക്കും, ഞാൻ മരിച്ചാൽ എൻ്റെ പേരിൽ ചിലപ്പോൾ മോൻ എത്രയേ കൊടുക്കുള്ളൂ? 1 രൂപ ആ സ്ഥാനത്ത് കൊടുക്കുകയുള്ളൂ. എന്നാൽ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഒക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു. ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു വസ്ത്രമൊക്കെ ധരിക്കാൻ കഴിയുമായിരുന്നു. മനുഷ്യന്റെ ഇസ്സത്ത് നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടെ ഒക്കെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുമായിരുന്നു. ഇതെന്ത് ചെയ്തു? പലരും ഇങ്ങനെ ഒതുങ്ങി ജീവിക്കും. ഹജ്ജിനോ ഉംറയ്ക്കോ ഒക്കെ പോകാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. മക്കൾക്ക് സമ്പാദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ജീവിക്കുന്ന, നല്ല ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതിൽ നമ്മളെ ആളുകളുണ്ടാവും തോന്നുന്നില്ല. ഇവിടെയൊക്കെയുള്ള ആളുകൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അല്ലാഹു തആല ആ ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല മീൻ വാങ്ങുന്നവർ, നല്ല ഇറച്ചി വാങ്ങുന്നവർ, നല്ല ഭക്ഷണം അല്ലാഹു തആല നമുക്ക് നൽകിയത് ഹലാലായത് കഴിക്കാനാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം നമ്മോട് പറഞ്ഞത്. അപ്പൊ ദുനിയാവെന്ന് മടങ്ങുമ്പോൾ പടച്ചോനെ ഇതെല്ലാം ഇവിടെ തീർന്നു പോയല്ലോ, എനിക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാനോ നല്ലൊരു വസ്ത്രം ധരിക്കാനോ നല്ലതൊന്നും ചെയ്യാനോ അവസരം കിട്ടിയില്ലല്ലോ, ഞാനിത് ആർക്കു വേണ്ടിയാണ് സമ്പാദിച്ചത്? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഈ വാരിക്കൂട്ടിയതൊക്കെ വെറുതെ ആയി. അങ്ങനെ തോന്നുന്ന ഒരു സാഹചര്യം വരരുത്. പോകുന്ന സമയത്ത് വാരിക്കൂട്ടിയതൊക്കെ വെറുതെ ആയി. ഒരു ഉംറയ്ക്ക് കൂടിയൊക്കെ എനിക്ക് പോകായിരുന്നു, ഒരു ഹജ്ജിന് പോകായിരുന്നു, ഞാനന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ലോകത്ത് പല സ്ഥലങ്ങളും എനിക്ക് എൻ്റെ ആയുസ്സിൽ കാണാമായിരുന്നു. ഇതൊക്കെ നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം ഇതെല്ലാം ഹത്താ സുർത്തുമുൽ മഖാബിർ, അവനവന്റെ കുഴിമാടങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ ഉള്ളൂ. അതുവരെ ഈ കാണുന്ന മേനി നടിക്കലും പരസ്പരമുള്ള പൊങ്ങച്ചങ്ങളും, എനിക്ക് അവിടെ ഇത്രയുണ്ട് ഇവിടെ ഇത്രയുണ്ട്, ഈ പറച്ചിലെല്ലാം അതുവരെ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പായി നമുക്ക് വേണ്ട സൽക്കർമ്മങ്ങൾ ചെയ്യണം. തൊട്ടടുത്ത ആയത്ത് കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, നിസ്സംശയം തീർച്ചയായും നിങ്ങൾ അറിയുന്ന ഒരു ദിവസം വരും, തീർച്ചയായും നിങ്ങൾ അറിയും. കല്ലാ സൗഫ തഅലമൂൻ, എന്തറിയുമെന്നാണ്? ദുനിയാവിലെ ഈ പെരുമ നടിക്കലൊക്കെ അത് വെറുതെയാണെന്നറിയുന്ന ഒരു ദിവസം വരും. ദുനിയാവിലെ വാരിക്കൂട്ടിയതൊക്കെ വെറുതെയാണെന്ന് തിരിച്ചറിയുന്നൊരു ദിവസം വരും. പൊങ്ങച്ചം പറഞ്ഞത് വെറുതെയാണെന്നറിയുന്നൊരു ദിവസം വരും. ദുനിയാവിൽ ഉണ്ടാക്കിയതെല്ലാം വെറുതെയാണെന്ന് മനസ്സിലാക്കുന്നൊരു ദിവസം. കല്ലാ സൗഫ തഅലമൂൻ, തീർച്ചയായും നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ. തീർച്ചയായും നിങ്ങൾ അറിയുന്ന ഒരു ദിവസം, തീർച്ചയായും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എന്ന് ഖുർആൻ വീണ്ടും എടുത്ത് അല്ലാഹു തആല പറയുകയാണ്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെയും നിസ്സംശയം സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, ഇതൊക്കെ വെറുതെയായിരുന്നെന്നും ഈ മേനി നടിക്കലും അഹങ്കാരങ്ങളും പൊങ്ങച്ചങ്ങളും ദുനിയാവും അതിലെ ആഡംബരങ്ങളും ഇതെല്ലാം വെറുതെയായിരുന്നെന്നും അറിയുന്ന ഒരു ദിവസം. അങ്ങനെ ഒരു അറിവ് അത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയം വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. വഴിയെ പോകെ നിങ്ങളുടെ ഖബർസ്ഥാനുകളിൽ എത്തുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കാഴ്ചയുള്ളവരാണെങ്കിൽ ഈ ഖബർസ്ഥാനുകൾ കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ വെറുതെയാണ് എന്ന് അറിയുന്നൊരു ദിവസം വരും. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിസ്സംശയം തീർച്ചയായും ലൗ തഅലമൂന ഇൽമൽ യഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ്. നിങ്ങൾക്ക് ദൃഢമായ ഒരറിവ് നിങ്ങൾക്ക് അറിയുമായിരുന്നുവെങ്കിൽ, അതായത് പല നിലക്കറിയാമല്ലോ, കേട്ടറിയാം, കണ്ടറിയാം, അതുപോലെ തൊട്ടറിയാം. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് ദൃഢമായ രീതിയിൽ, അതായത് പിന്നെ നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ. അതിൽ തന്നെ ഒരു കാര്യം കേട്ടറിയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കണ്ടറിയുന്നത്. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാണ് നമ്മൾ ഇന്ന സ്ഥലത്ത് ചെന്നാൽ ഇതുപോലെയൊക്കെയാണ് അവിടെ ഉണ്ടാവുക എന്ന് നമ്മൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പറയുന്നു. ഒരാൾ പറയാണ് പെരുമ്പാവൂർ ഇന്ന് വരെ പോയിട്ടില്ലാത്ത ഒരാളോട് പെരുമ്പാവൂർ ഒന്ന് പോകണം, അവിടെ ഇന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കേട്ടറിവാണ്. അയാളുടെ മനസ്സിൽ അന്നേരം ഉണ്ടാകുന്ന ഒരു ആശയം പോലെയുള്ളൂ. എന്നാൽ അയാൾ അതിനെ ദൃഢമായി നേരിട്ട് കണ്ടറിയുന്ന ഒരു സാഹചര്യം വന്നാലോ, അയാൾ അവിടെ പോയി ഇതെല്ലാം കാണുന്നതോ, അപ്പൊ കണ്ടറിയുന്നതും കേട്ടറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ അറിയുന്ന അറിവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് മനുഷ്യൻ ആരെങ്കിലും പറഞ്ഞു കേട്ടറിയുന്നതല്ല,
മനുഷ്യൻ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഈ ഒരു അറിവിന്റെ മാത്രം മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ദൃഢമായി ഈ സംഭവങ്ങളൊക്കെ അവന്റെ കണ്ണുകൊണ്ട് കണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയും. അഥവാ പരലോകം അവൻ അറിയും. അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണും, കാതുകൊണ്ടതിന്റെ ശബ്ദം അവൻ കേൾക്കും, അവന്റെ ശരീരം അതിനെ അനുഭവിക്കും. അങ്ങനെ ദൃഢമായി അറിയുന്ന ഒരു ദിവസം വരും. അപ്പൊ ഇതൊക്കെ അറിയുമ്പോൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ വഴിക്ക് നടക്കും, നമ്മൾ അറിഞ്ഞതുപോലെയാണ്, മനസ്സിലാക്കിയതുപോലെയാണ് എന്നൊക്കെ എന്ത് ചെയ്യും, വിചാരിക്കും. അങ്ങനെയല്ല, ഇതൊക്കെ വഴിയെ അറിയും, മനസ്സിലാക്കും. ഇതൊക്കെ എന്തിനാണ് ഖുർആൻ പറയുന്നത്? നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനും മനസ്സിലാക്കാനുമാണ്. നിങ്ങളത് വഴിയെ അറിയും. നമ്മൾ മക്കളോട് ചിലപ്പോഴൊക്കെ പറയും, ഇതാണ് ഇപ്പൊ വാപ്പ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ അറിയും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ മേഖലകൾ കടന്നു പോകുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കും. നമ്മുടെ മക്കളോട് പറയുന്നത് നമ്മുടെ അറിവിന്റെയും പക്വതയുടെയും മേലെ നിന്നുകൊണ്ടാണ്. നിങ്ങളത് മനസ്സിലാക്കും, കുറച്ചുകൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ, നിങ്ങളത് കണ്ടറിയും എന്ന് പറയുന്നത് പോലെ. കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ദൃഢമായ ഒരറിവ് നിങ്ങൾ അറിയുന്ന ഒരു രംഗമുണ്ട്. കൃത്യമായൊരറിവ്, ഒരു തിരിച്ചറിവിന്റെ ദിവസം വന്നു ചേരാനുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ അന്നത്തെ ദിവസം ലതറവുന്നൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വെറുതെ നരകം കാണുമെന്നല്ല, പരിശുദ്ധ ഖുർആൻ അറബിയിലാണല്ലോ, അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ലതറവുന്നൽ ജഹീം, ഉറപ്പിച്ച് തറപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്. ജ്വലിക്കുന്ന കത്തിയാളുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നമ്മുടെ കണ്ണുകൊണ്ടത് കാണുന്നൊരു രംഗം വരും. എന്നാൽ മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുന്നത് കാണാം. കൂട്ടത്തിലൊരു ഹദീസിലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഏറ്റവും ഭയാനകമായ കാഴ്ച നരകമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൽ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്വന്തം കൊച്ചാപ്പയുടെ നെഞ്ച് പിളർന്ന് കരൾ വലിച്ചു പുറത്തേക്കിട്ട് മക്കയിൽ നിന്ന് വന്ന ഖുറൈശികൾ അത് ചവച്ചു തുപ്പുന്ന രംഗം കണ്ടയാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ എത്രയോ പ്രയാസപ്പെട്ട രംഗങ്ങൾ, അതൊക്കെ കണ്ട ആളായ ഹബീബായ നബി തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നരകം കണ്ടതുപോലൊരു രംഗം സ്വഹാബ ഞാൻ കണ്ടിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറയുന്നു, ലതറവുന്നൽ ജഹീം, നരകം അത് കാണുക തന്നെ ചെയ്യും. ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അപ്പൊ നരകം കാണുന്ന പല രംഗങ്ങൾ, വിശാലമായി അതിലേക്ക് കടന്നു പോകുന്നില്ല. പല രംഗങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ, ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ചില ആളുകൾ നരകം കാണുകയും അനുഭവിക്കുകയും ചെയ്യും. നരകം കണ്ടു, നരകം അനുഭവിച്ചു, നരകത്തിന്റെ അടുത്തൂടെ പോയപ്പോ ആ സംഭവങ്ങൾ അനുഭവിച്ചു. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾ നരകത്തെ കാണും, അനുഭവിക്കുകയില്ല. ചില ആളുകൾ നരകത്തെ കാണും, പക്ഷേ നരകത്തെക്കുറിച്ചുള്ള അത് നരകമാണ് അല്ലെങ്കിൽ ഇന്നതിന്റെ പ്രശ്നമാണ്, അത് തീരെ അവരെന്ത് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉള്ളതുപോലും, ഉദാഹരണത്തിന് നമ്മൾ ടൗണിൽ ഇറങ്ങുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടായി എന്ന് വിചാരിക്കാം, അതിൽ പെട്ടുപോയ അതിൽ കിടക്കുന്ന ആളുകളുണ്ടാവും. ടൗണിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വേറെ വഴിക്ക് പോയ ആളുകളുണ്ടാവും. അവർക്കറിയാം അവിടെ ബ്ലോക്ക് ഉണ്ട് എന്നറിയാം. ചിലപ്പോൾ ദൂരത്ത് നിന്ന് കണ്ട ആളുകളുണ്ടാവും, നമുക്കതിൽ പോയി പെടേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവില്ല. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമാണ്. അതിൽ പെട്ട ആളുകൾ, ഇപ്പൊ മഴ പുറത്തു പെയ്യുന്നുണ്ട്, ഇപ്പൊ മഴയത്ത് നടന്നു പോകുന്ന ഒരാൾ മഴയെ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ദേഹത്തൊന്നും ഒരു തുള്ളി പോലും വീഴുന്നില്ല. അപ്പൊ അറിയുന്നതും കാണുന്നുണ്ട്, പക്ഷെ അത് അനുഭവിക്കാത്ത പല സാഹചര്യങ്ങളും ഉള്ളതുപോലെ, അല്ലെങ്കിൽ ആ മഴ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല, നമ്മളൊക്കെ പള്ളിയുടെ ഉള്ളിലിരിക്കുകയാണ്. ഇതുപോലെ നരകം കാണുന്നതിലും മനുഷ്യൻ വ്യത്യസ്തരാണ്. നരകം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർ, നരകത്തെ കണ്ടുകൊണ്ട് അതിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ആളുകൾ, നരകത്തെ കണ്ടാലും അതിനെ കണ്ടിട്ടൊരു പേടി വരാത്ത അവസ്ഥയിൽ അല്ലാഹു തആല പ്രത്യേകമാക്കിയ വിഭാഗങ്ങൾ, ഇവയൊക്കെ മഹ്ശറയിൽ ഉണ്ടാകും. അല്ലാഹു തആല സലാമത്താകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയുന്നൊരു ദിവസം, ദൃഢമായി മനസ്സിലാക്കുന്നൊരു ദിവസം,
ഇതൊക്കെയും മനുഷ്യന്റെ കൺമുന്നിൽ തെളിഞ്ഞു കാണുന്നൊരു ദിവസം വരും, നിസ്സംശയം, ഒരു സംശയവും വേണ്ട. ഒരാള് പറഞ്ഞു കേട്ട അറിവൊന്നുമല്ല, ഓരോരുത്തരുടെയും കൺമുന്നിൽ ഇതൊക്കെ തെളിഞ്ഞു വരും. പരിശുദ്ധ ഖുർആൻ അവസാനം, ആ സൂറത്തിന്റെ അവസാനം, തുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടതിനെ കാണുന്ന ഒരു രംഗം, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തീർച്ചയായും അതിനെ നിങ്ങൾ കാണുന്ന ഒരവസ്ഥ അത് വരിക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, നിങ്ങളുടെ കണ്ണാലെ അത് കാണും, തീർച്ചയായും നിങ്ങൾ അതിനെ കാണും. അഥവാ നരകത്തെ മനുഷ്യൻ കാണും. ആ കാഴ്ചയെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. കണ്ടോ, കണ്ടിട്ടുണ്ട്, പക്ഷേ അനുഭവിച്ചിട്ടില്ല, അതിൻ്റെ ഒരു പ്രയാസവും വന്നു ചേർന്നിട്ടില്ല. അപ്പൊ മനുഷ്യന്റെ കണ്ണുകൊണ്ട് നരകത്തെ കാണുന്ന ഒരു രംഗം മഹ്ശറയിൽ എല്ലാവരും നരകത്തെ കാണുമെന്നാണ്. വളരെ ചുരുക്കം ചില ആളുകൾ ഒഴിച്ച് രക്ഷപ്പെടുമെന്നാണ്. അവര് നരകവും സ്വർഗവും സിറാത്തും ഒന്നും കാണാതെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഹദീസുകളിൽ ചിലത് പറയുന്നത് കാണാം. ആരാണ് ആ കൂട്ടർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവർ പാതിരാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി പ്രത്യേകം ഇബാദത്ത് ചെയ്തവരാണ്, രാത്രി നിസ്കരിച്ചവരാണ്, തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. സൂറത്ത് സജദയുടെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നരകം കാണുന്നൊരു ദിവസം, അതിനെ കണ്ട് പേടിക്കുന്ന, ഭയക്കുന്ന, പറയാനാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, ആ വാഹനത്തിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പേപ്പറുകളും എല്ലാം കൃത്യമാണ്, ഓടിക്കുന്ന നമുക്ക് ലൈസൻസും ഉണ്ട്. എന്നാലും വഴിയിൽ ചെക്കിങ് കാണുമ്പോൾ ഒരു അസ്വസ്ഥത നമുക്കൊക്കെ ഉണ്ടാവും. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. എന്നാലും ഇതൊക്കെ ഉള്ളത് കൊണ്ടൊരു സമാധാനം ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അതൊക്കെ കാണുന്ന സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രയാസപ്പെടാൻ തുടങ്ങും. ഇതേ അവസ്ഥയാണ് നാളെ പരലോകത്തെത്തുമ്പോൾ. അമലുകളൊക്കെ ഉള്ള ആളുകൾ പടച്ചവനെ എങ്ങനെയും കഴിച്ചിലാവുമെന്ന് നരകത്തെയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരില്ല, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി തരുമെന്ന് വിചാരിക്കും. അല്ലാത്ത ആളുകളോ അവിടെ വെച്ച് നരകത്തെ കാണുന്ന സമയത്ത് അവർ ഉരുകി ഒലിച്ച് ഈ കാണുന്ന കാഴ്ചയുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ എനിക്ക് അനുഭവിക്കാനുള്ളതാണല്ലോ എന്ന് കൺമുന്നിൽ കാണുന്ന ഒരു ദിവസം. തുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, തീർച്ചയായും നിങ്ങളുടെ കണ്ണുകളാൽ അതിനെ കാണുന്ന ഒരു ദിവസം വരും എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദിവസം അവസാനത്തായത്ത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ആ ദിവസം നിങ്ങളോട് ചോദിക്കപ്പെടും. അനിൻ നഈം, ദുനിയാവിൽ നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളെക്കുറിച്ചെല്ലാം, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിനെ കുറിച്ചെല്ലാം ചോദിക്കുന്ന ഒരു ദിവസം വരും. ഇനി അത് തിരിച്ച് ചിന്തിച്ചു നോക്കിയേ. അൽഹാഖുമുത്തകാസുർ തുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഇവിടെ വാരിക്കൂട്ടിയതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരും. ഇവിടെ സമ്പാദിച്ചതും ഉണ്ടാക്കിയതും എല്ലാം, ഇവിടെ പെരുമ പറഞ്ഞതും എല്ലാം നീ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. അതൊക്കെ ചോദിക്കുന്ന ഒരു ദിവസം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അല്ലാഹു ചോദിക്കുന്ന ഒരു ദിവസം വരും. ദുനിയാവിൽ ഞാൻ നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ, മക്കളെ തന്നില്ലേ, സമ്പത്ത് തന്നില്ലേ, ജോലി തന്നില്ലേ, വീട് തന്നില്ലേ, ഭാര്യയെ തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, ഖൈറാത്തുകൾ തന്നതെല്ലാം എണ്ണി 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 അല്ലാഹു തആല ചോദിക്കും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സാലിഹീങ്ങളിൽ പലരും ഈ ആയത്തോതിയിട്ട് സങ്കടപ്പെടാറുണ്ടായിരുന്നു എന്നാണ്. പടച്ചവനെ, നീ എന്നോട് ഇതൊക്കെ ചോദിക്കുന്ന ദിവസം ഞാൻ നിന്നോട് എന്തു മറുപടി പറയും? നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് നമുക്ക് ദുനിയാവിൽ ചെയ്ത നന്മകളൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി റബ്ബ് ചോദിക്കാൻ തുടങ്ങിയാൽ, ഓരോന്ന് ചെയ്തു തന്നതിനെ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, വല്ലാത്തൊരു രംഗമല്ലേ? ഓരോന്നിങ്ങനെ എണ്ണി എണ്ണി ചോദിക്കുക. എത്രയോ ആളെ പട്ടിണിക്കിട്ടു, നിന്നെ പട്ടിണിക്കിട്ടോ? എത്രയോ ആളെ രോഗിയാക്കി, നിന്നെ രോഗിയാക്കിയോ? എത്രയോ ആൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തില്ല, നിനക്ക് കുഞ്ഞുങ്ങളെ തന്നില്ലേ? എത്രയോ ആൾക്ക് സമ്പത്തില്ലാതെ പ്രയാസപ്പെട്ടു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നില്ലേ? ജീവിക്കാനുള്ള വഴി തുറന്നു തന്നില്ലേ? മതിയായതെല്ലാം തന്നില്ലേ? ഇതൊക്കെ എങ്ങനെ ചെലവഴിച്ചു, എന്തിന് ചെലവഴിച്ചു? എണ്ണി എണ്ണി പറയേണ്ടുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് ദുനിയാവിൽ പെരുമ നടിക്കണ്ട, അശ്രദ്ധമായി പോകണ്ട. അവിടോട്ടാണ് തിരിച്ച് അൽഹാഖുമുത്തകാസുർ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നൊരു ചിന്ത വന്നാൽ പിന്നെ ഇവിടെ ഒരു പേരും പെരുമയൊന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കില്ല.
പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അള്ളാഹു ഇതൊക്കെ നാളെ പറയേണ്ടതാണല്ലോ എന്നൊരു ചിന്ത സ്വഹാബത്തിൽ പലർക്കും ഉണ്ടായിരുന്നു. ഒരു ഈത്തപ്പഴം കിട്ടിയാൽ, നേരത്തെ ചില ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടതാണല്ലോ എന്ന ചിന്ത. ഒരു അനുഗ്രഹം കിട്ടിയാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് കരയുന്ന ഒരു രംഗം മഹാന്മാരായ മുൻഗാമികൾ സ്വഹാബിമാരിൽ ഒക്കെ ഉണ്ടായിരുന്നതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അല്ലാഹു തആല നമുക്ക് നൽകിയത്, അത് ചില ഇടങ്ങളിൽ കാണാം, അതൊരു മുറക്ക് പാലാണെങ്കിൽ പോലും, ഒരിറക്ക് പാല് മാത്രമേ ഒരു മനുഷ്യൻ കുടിച്ചിട്ടുള്ളൂ, എന്നാൽ പോലും ആ മനുഷ്യൻ നാളെ റബ്ബിന്റെ മുമ്പിൽ അതിനെ തൊട്ട് ഉത്തരം പറയേണ്ടുന്ന സാഹചര്യങ്ങൾ വരും. അല്ലാഹു അന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും സലാമത്ത് നൽകുമാറാകട്ടെ. ഈ ദുനിയാവിൽ വെച്ച് അനുഭവിച്ചതും ആസ്വദിച്ചതുമായ എല്ലാ സൗകര്യങ്ങൾ അതെങ്ങനെയാണ് കിട്ടിയത്, അതെങ്ങനെയാണ് വിനിയോഗിച്ചത്? അല്ലാഹു തആല ചോദിക്കും. കൺമുന്നിൽ കത്തുന്ന നരകം ഹാജരാക്കിത്തരും. ഈ അവസരത്തിൽ തൃപ്തിയുള്ള ഒരു മറുപടി അല്ലാഹുവിന് മുമ്പിൽ അവതരിപ്പിച്ചാൽ, ഞാൻ റബ്ബേ ഇന്ന കാര്യങ്ങൾ ചെയ്ത് എൻ്റെ ആയുസ് ഇങ്ങനെ ചെലവഴിച്ചു, ഓരോന്നിനും അല്ലാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സമയവും നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചയും എല്ലാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം. അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ദുനിയാവിലെ മാത്രമല്ല, മനുഷ്യന്റെ കേൾവി വലിയ അനുഗ്രഹമാണ്. അവസാനിപ്പിക്കുന്നു, മനുഷ്യന്റെ കാഴ്ച വലിയ അനുഗ്രഹമാണ്. മനുഷ്യൻ അല്ലാഹു തആല നൽകിയ ആരോഗ്യം, മനുഷ്യന്റെ ഹൃദയം, ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കും, നിന്റെ കാഴ്ച എങ്ങനെ ചെലവഴിച്ചു, കേൾവി എങ്ങനെ ചെലവഴിച്ചു, കേൾവി എങ്ങനെ ചെലവഴിച്ചു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നില്ലേ, നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ ചിന്തയുമൊക്കെ എങ്ങനെയാണ് നീ ചെലവഴിച്ചത് എന്ന്, നിന്റെ ഖൽബ് അത് നീ ഏത് വിധേനയാണ് ഉപയോഗപ്പെടുത്തിയത്, ഇതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ. സമ്പാദിച്ചെങ്കിൽ നീ എവിടെ നിന്ന് സമ്പാദിച്ചു, അതെങ്ങനെ ചെലവഴിച്ചു, ഇതിലോരോന്നിനും ഉത്തരം പറയേണ്ടി വരും. അവന്റെ ധനത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ദുനിയാവിൽ കിട്ടിയതെല്ലാം ഈ ആയത്ത് ഓതുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിൽ വരണം. നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം, ഈ അനുഗ്രഹങ്ങളൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയം വരും എന്ന് നമ്മൾ നമ്മുടെ മക്കളെയും ഓർമ്മപ്പെടുത്തണം. അന്നത്തെ ദിവസം നരകം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ദിവസം, ഈ തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകുന്ന ദിവസം. അല്ലാഹു ആ ദിവസത്തിൽ സലാമത്താകുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. അൽഹാഖുമുത് തകാസുർ എന്ന ഈ സൂറത്ത് അല്ലാഹുവേ നിന്റെ കലാമിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞതും അല്ലാഹുവേ അതിന്റെ വ്യാഖ്യാനങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ. നിന്റെ കലാമിനോട് യോജിക്കാത്ത ഏതെങ്കിലും പരാമർശങ്ങൾ ഞങ്ങളിൽ നിന്ന് വന്നുപോയെങ്കിൽ നീ മാപ്പാക്കി തരണേ യാഥാർത്ഥ്യങ്ങളെ കണ്ടുമുട്ടുന്നൊരു ദിവസം, നരകത്തെ കണ്ടുമുട്ടുന്നൊരു ദിവസം, എല്ലാ തിരിച്ചറിവുകളും വരുന്ന ഒരു ദിവസം. അല്ലാഹുവേ, അന്നത്തെ ദിവസം രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. അതിന് ഈ സൂറത്ത് പഠിച്ചതും അതിന് സമയം ചെലവഴിച്ചതും നീ കാരണമാക്കി തരണേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ചെയ്ത അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ പറയാൻ മറുപടികളില്ല. നിന്റെ ഹിസാബിൽ നിന്ന് ഞങ്ങളെ നീ ഒഴിവാക്കി തരണേ നിന്റെ ഹിസാബിൽ നിന്ന് നീ ഞങ്ങളെ ഒഴിവാക്കി തരണേ നിന്റെ ഹിസാബിൽ നിന്ന് നീ ഞങ്ങളെ ഒഴിവാക്കി തരണേ പടച്ചവനെ, എല്ലാം നിന്റെ ഔദാര്യവും കാരുണ്യവുമാണ്. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. മാന്യമായി ജീവിക്കാനുള്ള വഴികൾ നീ തുറന്നു നൽകുകയും മാന്യമായ ജീവിതം നീ നൽകുകയും പരലോകത്ത് ദുനിയാവ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ പട്ടികയിൽ ഞങ്ങളെ നീ ചേർക്കാതിരിക്കുകയും ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങൾ നരകം കാണുന്ന ഒരു ദിവസം പടച്ചവനെ, അതിൻ്റെ ഒരു അദാബും അനുഭവിക്കാത്ത, അതിൻ്റെ പ്രയാസങ്ങൾ തീണ്ടാത്ത മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാക്കണേ ഞങ്ങളുടെ മക്കളെ കാക്കണേ ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങളെ കാക്കണേ ഞങ്ങൾ സ്നേഹിച്ച, സഹകരിച്ച, സഹായിച്ച, സഹവസിച്ച അല്ലാഹുവേ, മുഴുവൻ മോമിനീങ്ങളും മോമിനാത്തുകളെയും നരകത്തെ തൊട്ട് നീ കാക്കണേ ഈ പ്രഭാതം ഞങ്ങൾ നിന്റെ ഖുർആനിന് ചെലവഴിച്ച ബറക്കത്തുകൊണ്ട് നരകത്തിൽ നിന്ന് ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ ഞങ്ങളെല്ലാം നീ ഈമാനോടെ ജീവിച്ച് അവസാന സമയം കലിമത്തു തൗഹീദ് ചൊല്ലി മരിക്കുവാൻ ഭാഗ്യമുള്ളവരിൽ ഉൾപ്പെടുത്തണേ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ وآله وصحبه أجمعين والحمد لله رب العالمين بحق صلى الله
على محمد.